ചിറ്റിലപ്പിള്ളി പുലിയംതൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ 6ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവരം ഘോഷയാത്ര സംഘടിപ്പിച്ചു. ചിറ്റിലപ്പിള്ളി സെന്ററിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് നടത്തിയ വർണ്ണശബളമായ ഘോഷയാത്രയിൽ നിറഞ്ഞുകത്തുന്ന ചരാതുകൾ താലത്തിലേന്തി നിരവധി പേർ അണിനിരന്നു. പട്ടുകുടകളും നാദസ്വരവും ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി. ഉണ്ണിക്കണ്ണന്റെ വേഷമണിഞ്ഞവരും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ യാഗശാലയിൽ എത്തിച്ചേർന്നതിന് ശേഷം ലക്ഷ്മി നാരായണ പൂജ, സ്വയംവരാർച്ചന, മംഗല്യസൂക്താർച്ചന എന്നീ അനുഷ്ഠാന ചടങ്ങുകളും ഉണ്ടായിരുന്നു. യജ്ഞാചാര്യൻ ഭാഗവതശ്രീ വെള്ളത്തിട്ട കിഴക്കേടത്തുമന VB മാധവൻ നമ്പൂതിരി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് യജ്ഞാചാര്യൻ രുക്മിണി സ്വയംവരത്തെക്കുറിച്ച് വിവരിച്ചു. അല്ലാതെ ഭഗവാനിലേക്ക് എത്താൻ കഴിയില്ല. കാരണം ബ്രാഹ്മണനാരാണ്? വേദങ്ങളെ ഹൃദയത്തിൽ ധരിച്ചിരിക്കുന്ന ആളാണ്. ആ വേദത്തിലൂടെ അല്ലാതെ ഭഗവാനെ ആശ്രയിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി രുക്മിണി ദേവി ആ ബ്രാഹ്മണന്റെ കയ്യിൽ ഒരു സന്ദേശം കൊടുത്തയച്ചു. ഇത് കൃഷ്ണന്റെ എത്തിക്കണം. ബ്രാഹ്മണനാണെങ്കിലും ഇതിന്റെ സന്തോഷം വേറെന്താ? ഈ ലോകത്തിന്റെ മുഴുവൻ അനുഗ്രഹത്തിനായി ധർമ്മസംസ്ഥാപനത്തിന് വേണ്ടി അവതരിച്ചതായ ഭഗവാന് ആ ഗൃഹസ്ഥധർമ്മം ലോകത്തിന് വേണ്ടതുപോലെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ലക്ഷ്മി ദേവി തന്നെ അവതരിച്ചിരിക്കുന്ന ലക്ഷ്മി ദേവിയും ഭഗവാനും ഒന്നായി തീരാനുള്ള ഒരു സന്ദേശം താൻ നിമിത്തം ആ കൃഷ്ണന്റെ അരികിലേക്ക് എത്തിക്കാനാണല്ലോ തനിക്ക് നിയോഗം ലഭിച്ചിരിക്കുന്നത് എന്നതിൽ ആനന്ദിച്ചു ആ ബ്രാഹ്മണൻ. രുക്മിണി സ്വയംവര ഘോഷയാത്രയോടനുബന്ധിച്ച് ഭക്തരുടെ സമർപ്പണമായി കൈക്കുട്ടിക്കളിയും ഉണ്ടായിരുന്നു. ചിറ്റിലപ്പിള്ളി പുലിയംതൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്രം ഊരാളൻ ചിറയ്ക്കൽ നാരായണൻകുട്ടി, ക്ഷേത്രം പ്രസിഡന്റ് M നാരായണൻകുട്ടി, ട്രഷറർ സദാശിവൻ ഓടാട്ടിൽ, സെക്രട്ടറി സീതാദേവി, ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് പാറമേൽ എന്നിവരുടെ നേതൃത്വത്തിൽ പുലിയംതൃക്കോവിൽ ഭരണസമിതിയും അമ്മ ഭജന സംഘവും ചേർന്നാണ് 6ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സംഘടിപ്പിച്ചിരിക്കുന്നത്. സപ്താഹ സമാപന ദിനമായ മെയ് 25 ഞായർ ഉച്ചയ്ക്ക് 12-ന് മംഗളാരതി, ആചാര്യദക്ഷിണ, യജ്ഞപ്രസാദ വിതരണം എന്നീ ചടങ്ങുകളോടെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമാകും. തുടർന്ന് മഹാ അന്നദാനവും ഉണ്ടായിരിക്കും. ATK ന്യൂസ്, ചിറ്റിലപ്പിള്ളി.